ഹായ് നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. പ്രിയമുള്ളവരെ, സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അവരുടെ ജന്മദിനത്തിലാണ് ദേശീയ അധ്യാപക ദിനം ആചരിക്കുന്നത്. നമുക്കറിയാം, ഒരു സമൂഹത്തെ നേരായ മാർഗത്തിലൂടെ വളർത്തിയെടുത്ത് നാളെയുടെ വാഗ്ദാനങ്ങളായി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ. അധ്യാപകരെക്കുറിച്ച് പറയുന്നത് ടീച്ചേഴ്സ് ആർ ദി സോഷ്യൽ എൻജിനീയേഴ്സ് ആൻഡ് ഓൾസോ ദേ ആർ ദി പില്ലേഴ്സ് ഓഫ് നാഷൻ എന്നാണ്. കബീർ ദാസ് തൻ്റെ മനോഹരമായ ദോഹയിൽ കൂടി ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. തൻ്റെ മുമ്പിൽ ദൈവത്തെയും ഗുരുവിനെയും ഒരേ സമയം കൊണ്ടുവന്നുകൊണ്ട് ഇതിൽ ആർക്ക് താങ്കൾ ആദ്യമായി പ്രണാമർപ്പിക്കും എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഗുരുവിന് എന്ന്. അതിൻ്റെ കാരണവും അദ്ദേഹം പറയുന്നു, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന ദൈവം ഉണ്ട് എന്നുള്ള ഒരു അറിവ് എനിക്ക് പകർന്നു തന്നത് ഗുരുവാണ്. ഗുരു ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എനിക്ക് ലഭിക്കാതെ പോകുമായിരുന്നു. അതുകൊണ്ട് ദൈവത്തെയും ഗുരുവിനെയും ഒരേ സമയം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തിയാൽ ഞാൻ ആദ്യം പ്രണാമർപ്പിക്കുന്നത് എൻ്റെ ഗുരുവിനായിരിക്കും എന്നാണ് കബീർ ദാസ് തൻ്റെ ദോഹയിൽ കൂടി പറയുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം അധ്യാപകൻ്റെ ഗുരുവര്യരുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വളർന്നു വന്നതിൽ നമ്മളൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെയൊക്കെ അധ്യാപകരുടെ പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടാകും എന്നുള്ളത് വളരെയധികം സത്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു ദിനത്തിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അധ്യാപകരെ എല്ലാവരെയും വളരെ ആദരവോടുകൂടി ഓർക്കാനും വീണ്ടും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ഈ ദിവസം നമുക്ക് സഹായകമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ നേരുകയാണ്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായി ഈ വർഷത്തെ NMMS കോഴ്സ് മിഷൻ NMMS 2020 ഈ കോഴ്സിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഏതാനും പ്രോഗ്രാമുകളാണ് ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എല്ലാ കൂട്ടുകാരും രക്ഷിതാക്കളും ഇവ പൂർണ്ണമായിട്ട് വീക്ഷിക്കുകയും ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയും ചെയ്യണമെന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. ഹായ്, ഞാൻ നഫ്ല. ഇന്ന് സെപ്റ്റംബർ 5 ലോക അധ്യാപക ദിനം. അതുമായി ബന്ധപ്പെട്ട ചെറിയ ഗാനം ഞാൻ ആലപിക്കാൻ പോവുകയാണ്. ഗുരുപാദമേ ആത്മചൈതന്യമേ വഴി നീ തെളിക്കേണമേ, നിറദീപമേ സ്നേഹ സൗന്ദര്യമേ കൂട്ടായി വന്നിടണേ, സൗഹൃദം പൂത്തിടും കാലമാക്കിയിടണേ, തേജസ്സിലൊന്നായി നീങ്ങുവാൻ കനിയണേ, ഇരുളിൽ വെളിച്ചമായി തിരിയായി നീടാൻ കനിഞ്ഞിടണേ, നവ്യ ചൈതന്യമേ ഗുരുപാദമേ ആത്മചൈതന്യമേ വഴി നീ തെളിക്കേണമേ, നിറദീപമേ സ്നേഹ സൗന്ദര്യമേ കൂട്ടായി വന്നിടണേ. നമസ്കാരം, ഞാൻ അഭിനവ് NP. ഇന്ന് അധ്യാപക ദിനം. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത്. 1888 സെപ്റ്റംബർ 5 അദ്ദേഹം ജനിച്ചത്. പണ്ഡിതനും തത്വജ്ഞാനിയും ഭരതരത്ന ജേതാവുമായ അദ്ദേഹം ഇന്ത്യയുടെ ആദ്യ വൈസ് പ്രസിഡന്റും സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. 1962 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിച്ചാൽ അതായിരിക്കും തനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് ഈ ദിവസം അധ്യാപക ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ഈ ദിനത്തിൽ നമ്മുടെ അധ്യാപകർക്ക് ആശംസ അർപ്പിക്കുന്നതിനോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട ഗുരുക്കളെ കുറിച്ച് ഞാൻ അല്പം പറഞ്ഞോട്ടെ. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ്. അവർ നമുക്ക് നല്ല വിദ്യാഭ്യാസം
വിദ്യാഭ്യാസം തരുന്നതിനോടൊപ്പം നല്ല പെരുമാറ്റ രീതി പഠിപ്പിച്ചു തരുന്നു. ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ അവരുടെ സ്വഭാവശീലം, കരിയർ അതിനൊക്കെ സ്വാധീനിക്കുന്നു. നമ്മൾ നമ്മുടെ സ്കൂളിൽ നിന്നും അധ്യാപകരിൽ നിന്നും അച്ചടക്കം, കൃത്യനിഷ്ഠത എന്നിവ പഠിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു അധ്യാപകന്റെ മാത്രം വേഷത്തിൽ ഒതുങ്ങുന്നില്ല. ആവശ്യമുള്ളപ്പോൾ അവർ വിവിധ വേഷങ്ങളിലേക്ക് പൊരുത്തപ്പെടുന്നു. ഞങ്ങൾക്ക് ദുഃഖമുണ്ടാകുമ്പോൾ ഞങ്ങളുടെ ചങ്ങാതിമാരാകുന്നു. ബഹുമാനപ്പെട്ട സാറിനും ഈ സദസ്സിൽ ഉപസ്ഥിതരായ എന്റെ പ്രിയ കൂട്ടുകാരുടെ രക്ഷിതാക്കൾക്കും എന്റെ പ്രിയ കൂട്ടുകാർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ദിയ ആണ്. കോഴിക്കോട് ജില്ലയിലെ സെന്റ് ജോസഫ്സ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ലോക അധ്യാപക ദിനം. ഈ ദിനത്തിൽ ഈ വേദിയിൽ ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിദ്യയുടെയും കരുത്തിന്റെയും വിവേകത്തിന്റെയും ജീവിതത്തിന്റെയും പാഠങ്ങൾ പകർന്നു നൽകുന്ന ഒരു പാഠപുസ്തകമാണ് ഓരോ അധ്യാപകരും. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും അറിവിന്റെയും പൂവസന്തം പകർന്നു നൽകുന്ന അക്ഷര വെളിച്ചമാണ് അവർ. വിടരാൻ കൊതിക്കുന്ന ഞങ്ങൾ മുകുളങ്ങൾക്ക് അറിവിൻ പ്രകാശമോദിക്കുന്ന എല്ലാ അധ്യാപകർക്കും വന്ദനം. 1961 മുതൽ ഇന്ത്യയിൽ അധ്യാപക ദിനം ആചരിക്കുന്നു. അതിപ്രശസ്തനായ ഇന്ത്യയിലെ അധ്യാപകനും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ലോക അധ്യാപക ദിനമായി നാം ആചരിക്കാറ്. അറിവിന്റെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയ ഓരോ അധ്യാപകരെയും സ്മരിക്കാനുള്ള ദിനമാണ് ഈ അധ്യാപക ദിനം. അതുപോലെ തന്നെ അപ്പുറത്തെ നേട്ടങ്ങൾ കൈവരിക്കാൻ, ചിന്തകൾക്കപ്പുറത്തെ നേട്ടങ്ങൾ കൈവരിക്കാൻ പൂഞ്ചെറുകുകളാൽ നമ്മൾ പറക്കാനും പഠിപ്പിച്ച എല്ലാ അധ്യാപകർക്കും നന്മയുടെയും വിജ്ഞാനത്തിന്റെയും നല്ല ഒരു അധ്യാപക ദിനം ആശംസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. A very good morning to all respected teachers and my dear friends. First of all, I wish all of my teachers a very happy Teachers' Day. Friends, today 5th of September, and on this day we celebrate Teachers' Day every year with great joy and happiness. Actually, 5th of September is first birth anniversary of Dr. S. Radhakrishnan, who was an excellent teacher, first Vice President of India and second President of India. This day is celebrated across the country by the students to thank their teachers for their incredible support and guidance. Teaching is a very noble profession that shapes the character, caliber and future of an individual. Parents give birth to a child while the teachers play a prominent role in making that child ideal citizen by the way of education. They don't teach us only language and subjects. They teach us good manners and life skills. They help us to improve our natural skills. We cannot ignore their efforts. My dear teachers, I know we cannot repay for your efforts. So I would like to say that we must respect our teachers. Thank you. അറിവിൻചിരാതിൻ്റെ ഹൃത്തിൽ പകർന്ന് അതിലേറെ വാത്സല്യ കരുതലും തന്ന് അവനിൽ ഞാനിന്നും കണ്ട ദൈവമാ അവരെൻ്റെ ജീവിലെ ഗുരുശ്രേഷ്ഠരാ. അറിവിൻചിരാതിൻ്റെ ഹൃത്തിൽ പകർന്ന് അതിലേറെ വാത്സല്യ കരുതലും തന്ന് അവനിയിൽ ഞാനിന്നും കണ്ട ദൈവമാ അവരെൻ്റെ ജീവിലെ ഗുരുശ്രേഷ്ഠരാ. സ്വയമുരുകി വെട്ടം പരത്തുന്ന നെയ്ത്തിരി സ്വരമിനിയും കേൾക്കുവാനുള്ളിൽ കൊതി. സ്വയമുരുകി വെട്ടം പരത്തുന്ന നെയ്ത്തിരി സ്വരമിനിയും കേൾക്കുവാനുള്ളിൽ കൊതി. കാരുണ്യച്ചിറകു വിരിച്ചെഞ്ഞിൽ കാവലായി കാത്തുള്ളൊരമ്മ കിളിയാണവർ. നേരിൻ്റെ വീതിയിൽ കൈപിടിച്ച് നേട്ടത്തിൻ പടവുകൾ കേറാനയച്ച്
നേരിൻ്റെ വീതിയിൽ കൈപിടിച്ച് നേട്ടത്തിൻ പടവുകൾ കയറാനയച്ച് നാളിന്നും തേടുന്നു അവരുള്ളുറച്ച് നിറമാം കിനാക്കൾക്ക് ഹേതു അവർ. നന്ദി വാക്കേറെ ചൊന്നാലും തീരില്ല ഈ കടം പൊഞ്ഞാലളന്നാലുമേ. നരവന് മിഴിച്ചിമ്മി മണ്ണോടണഞ്ഞാലും നിറശോഭ ചിത്രമായി ഉള്ളിൽ അവർ. മധുരാനുഭൂതിയിൽ ഇന്നും സ്മരിക്കുന്നു മനമുരുകി നന്മയ്ക്കായി ഇന്നിന്നും തേടുന്നു. മധുരാനുഭൂതിയിൽ ഇന്നും സ്മരിക്കുന്നു മനമുരുകി നന്മയ്ക്കായി ഇന്നിന്നും തേടുന്നു. മഹിയിലെ തമസ്സിനെ അറിവിനാൽ ജ്വലിപ്പിച്ച അമരസൂര്യൻ്റെ മുന്നിൽ പ്രണാമം. മഹിയിലെ തമസ്സിനെ അറിവിനാൽ ജ്വലിപ്പിച്ച അമരസൂര്യൻ്റെ മുന്നിൽ പ്രണാമം. ഗുരുനാഥന്മാരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപാഠികളെ, ഇന്ന് ലോക അധ്യാപക ദിനം. അറിവിൻ്റെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയ അധ്യാപകരെ ഹൃദയപൂർവ്വം സ്മരിക്കാനുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, ലോകത്ത് അധ്യാപകരെക്കാൾ മഹത്വമുള്ള ഒരു ജോലി ഉള്ളതായി എനിക്ക് അറിയുകയില്ല. അധ്യാപകരാണ് ലോകത്തിൻ്റെ ഏണിപ്പടി. ശാസ്ത്രജ്ഞരായാലും എഞ്ചിനീയർമാരായാലും ഡോക്ടർമാരായാലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും ആദ്യമെത്തുന്നത് വിദ്യാലയങ്ങളിലാണ്. അതുകൊണ്ടാണ് അവരെ ഉയരങ്ങളിലേക്ക് ചവിട്ടിക്കയറുന്നതിനുള്ള ഏണിയായി അധ്യാപകരെ കണക്കാക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന S. രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. നല്ല മിടുക്കരായ അധ്യാപകരുണ്ട് ഈ ലോകത്തിൻ്റെ കരുത്തിന്. ഈ കോവിഡ് മഹാമാരിക്കാലത്ത് അധ്യാപകർ നമുക്ക് വേണ്ടി കഠിനാധ്വാനങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനങ്ങൾ ചെയ്യുന്ന അധ്യാപകർക്ക് ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും അധ്യാപക ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. Teachers Day to respected sir and all my dear other teachers. I'm Hida Parvati from 8th standard. We know that Teachers Day is celebrated on 5th September, which marks the birth anniversary of Dr. Sarvepalli Radhakrishnan, who was the Indian philosopher and second president of our India. On this occasion, students will celebrate their Teachers Day through singing songs and plays and acknowledging their contribution towards their teachers. Students will give affections towards teacher by giving cards and chocolates. In this week of coronavirus pandemic, all the schools have been closed under last few months. With online classes, students and teachers celebrate their Independence Day 2020 visual. Every year, students will prepare speeches, but this year we prepare speeches at home. We prepare speeches to convey our wishes and gratitudes for our teachers. Even this year, we can't say these wishes and gratitude in front of our teachers. Let me take an opportunity to say thanks to all teachers that are working hard for online classes and taking education for the next level. We know that we are suffering a tough time, but our teachers have really been a ray of hope. Let me talk some words about an ideal teacher in my view. An ideal teacher that helped me in every difficult areas, and that ideal teacher will give every students to perform an activity. Anyway, we can pray to our God for overcome this situation. And
we can enjoy our online class and we can enjoy Teachers' Day through our online class. Once again, I am giving a great thanks for all teachers to work, to give, to take effort towards their children, and we must take necessary decisions. Let me end my speech with Dr. APJ Abdul Kalam's quote. The purpose of education is to make humans with skill and experts. Enlightened human beings is created by teachers. Thank you. നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 5 ലോക അധ്യാപക ദിനം. അധ്യാപകരും വിദ്യാർത്ഥികളും നേരിൽ കാണാത്ത ഒരധ്യാപക ദിനം. അറിവിൻ്റെ അത്ഭുത ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയ അധ്യാപകരെ ഹൃദയത്തോട് ചേർത്തു പിടിക്കാനുള്ള ഒരു അധ്യാപക ദിനം. അറിവിൻ്റെ വെളിച്ചം നമ്മിൽ പകർന്നു തന്ന അധ്യാപകരെ ഒരിക്കലും മറക്കാതിരിക്കാനുള്ള ഒരു അധ്യാപക ദിനം. 1962 അധ്യാപക ദിനം ആചരിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് ഇതുവരെ ഇത്രയും ദീർഘമായ സ്കൂൾ കാലാവധി ഉണ്ടായിട്ടില്ല. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അല്ലെങ്കിൽ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ജന്മദിനമായാണ് നാം ലോക അധ്യാപക ദിനം ആചരിക്കുന്നത്. ഒരു പേന, ഒരു പുസ്തകം, ഒരു കുട്ടി, ഒരു അധ്യാപകൻ, ഇത്രയും മതി ഒരു ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ എന്നാണ് മലാല യൂസഫ്സായ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ സ്കൂളുകളും കോളേജുകളും അടച്ചിരിക്കുന്നു. ടിവിയുടെയും ഫോണുകളുടെയും ഒക്കെ സഹായത്തോടെയാണ് നാം ഇന്ന് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നേരിൽ കാണുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട അതിലേറെ സ്നേഹം നിറഞ്ഞ എൻ്റെ അധ്യാപകരെ, ഈ സുദിനത്തെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ 2 വാക്ക് സംസാരിക്കട്ടെ. ജീവിത പാഠങ്ങൾ പകർന്നു തന്ന് ഓരോ വിദ്യാർത്ഥിയെയും അറിവിന്റെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കൈപിടിച്ച അധ്യാപകർക്കായി സെപ്റ്റംബർ 5 രാജ്യമെങ്ങും അധ്യാപക ദിനമായി ആചരിക്കുന്നു. മുൻ അധ്യാപകരും രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5. അദ്ദേഹത്തിന്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ അധ്യാപകനായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കാൻ അടുത്ത സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും അദ്ദേഹത്തോട് സമ്മതം ചോദിച്ചു. അപ്പോൾ തന്റെ ജന്മദിനത്തിന് പകരം എല്ലാ അധ്യാപകരുടെയും ബഹുമാന സൂചകമായി ഈ ദിനം ആഘോഷിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1969 മുതലാണ് അധ്യാപക ദിനം ആചരിച്ചു തുടങ്ങിയത്. A life of joy and happiness is possible only on the basis of knowledge and science. അതായത് ജീവിതത്തിൽ സന്തോഷം സാധ്യമാകുന്നത് അറിവിലൂടെയാണ്. ഈ അറിവ് നമ്മളിലേക്ക് എത്തിക്കാൻ പല മാർഗങ്ങൾ കണ്ടെത്തി നമ്മളെ നാളത്തെ നാടിന്റെ പുരോഗതിക്ക്, നാടിന്റെ വളർച്ചയ്ക്ക്, നാടിന്റെ ഉന്നമനത്തിന് പ്രാപ്തമാക്കുക എന്ന വിധത്തിൽ നമ്മളെ തയ്യാറാക്കുന്നതിലൂടെ ഓരോ അധ്യാപകരും ദൈവതുല്യരായി മാറുകയാണ്. ടീച്ചേഴ്സ് ഷുഡ് ബി ദ ബെസ്റ്റ് മൈൻഡ്സ് ഇൻ ദ കൺട്രി. ട്രൂ ടീച്ചേഴ്സ് ആർ ദോസ് ഹു ഹെൽപ്പ് us think for ourselves. ഇന്നീ ദിനത്തിൽ എന്റെ ജീവിതത്തിലെ എല്ലാ അധ്യാപകരെയും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എന്റെ അധ്യാപക ദിന ആശംസകൾ. നമസ്കാരം, എൻ്റെ പേര് സാന്തി ടി കുമാർ. ഇന്ന് അധ്യാപക ദിനം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിനാശംസകൾ ഞാൻ നേരുന്നു. അക്ഷര ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ പാതയിൽ വെളിച്ചം തെളിയിക്കുന്നവരാണ് അധ്യാപകർ. മാതാ പിത ഗുരു ദൈവം എന്ന മഹത് വചനം എല്ലായ്പ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കും. ഈ കോവിഡ് എന്ന മഹാമാരിക്കിടയിലും അഹോരാത്രം കഷ്ടപ്പെടുന്ന മുഴുവൻ അധ്യാപകർക്കും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുന്നു. നന്ദി.